അനുമോളുടെ അമ്മയും സഹോദരിയും വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തൊരു സംഗതിയാണ്. ഒന്നാമത്തെ കാര്യം എന്താ പറയുക, അനുമോളെ വെച്ച് തന്നെയാണ് ഈ ബിഗ് ബോസ് വണ്ടി ഓടിക്കുന്നത്. അതുകൊണ്ട് അനുമോള അവസാനം വരെ നിർത്തിയേക്കും എന്നുള്ളത് സംശയിക്കേണ്ട. കപ്പ് കൊടുക്കില്ല എന്നുള്ളത് എനിക്കറിയത്തില്ല. കാരണം ബിഗ് ബോസിന്റെ സ്ഥിര പരിപാടി അതാണ്. ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് കൊടുക്കുന്ന ഒരു അവസാനം വരെ നിർത്തി ഇൻസൾട്ട് ചെയ്ത് പട്ടിക്കൂട്ടിലെടുത്ത് പുറത്തുകൊണ്ട് ഇടാതിരുന്നാൽ മാത്രം മതി. കാരണം ജാസ്മിന് കഴിഞ്ഞ ഒരു പട്ടിക്കൂടാണ് കൊടുത്തത്, പട്ടിക്കൂട്ടി എടുത്ത് അങ്ങ് മുറ്റത്തിട്ട് കൊടുത്തു. അതുപോലെ ഒരു ഗതികേട് ഇതിന് വരാൻ ചാൻസ് എല്ലാം ഉണ്ട്. എനിവേ, എന്തായാലും ഇന്നത്തെ ദിവസം അനുമോളുടെ ഡേ ആയിരുന്നു. ഓരോ പേരൻസും അനുമോളോട് കാണിച്ച ഒരു കൺസേൺ ഉണ്ടല്ലോ, പറയാതെ പാടില്ല. ആര്യൻ്റെ അമ്മ വന്നപ്പോഴും കെട്ടിപ്പിടിച്ച് തന്നെയാണ്, ആദ്യം വന്ന അനുമോളെ തന്നെയാണ് കെട്ടിപ്പിടിച്ചത്. രണ്ടാമത് ജിസേലിൻ്റെ അമ്മ വന്നപ്പോഴും അനുമോളുടെ അടുത്ത് ഭയങ്കര കൺസേൺ ആയിരുന്നു, ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്തിട്ടാണ് പോയത്. ഈ രണ്ട് കണ്ടസ്റ്റൻസിനോടും അനുമോളുടെ പ്രിയോറിറ്റി എന്താണെന്നോ, അനുമോൾ അവിടെ ഉണ്ടെങ്കിൽ അനുമോളോട് ചേർന്ന് നിൽക്കണമെന്നുമുള്ളത് പറഞ്ഞ് ഹിൻഡ് കൊടുത്തിട്ടാണ് മറ്റു രണ്ട് പേരൻസ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അനുമോളുടെ അമ്മ വരുന്നു എന്ന് പറഞ്ഞിട്ട് പാട്ടിട്ടിട്ട് അവിടെ ചെന്നപ്പോൾ ഗേറ്റ് തുറന്നു കൊടുക്കാതിരുന്നത് കന്നന്തിരിവല കുത്തി കഴപ്പെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണെന്നറിയാമോ, ജിസേൽ വന്നപ്പോൾ, ജിസേലിൻ്റെ അമ്മ വന്നപ്പോൾ ജിസേലിന് ഉമ്മ വയ്ക്കാനും കെട്ടിപ്പിടിക്കാനുള്ളൊരു അവസരം കൊടുത്തു. പക്ഷേ അനുമോൾക്ക് അത് കൊടുക്കാതെ അനുമോളെ നേരെ അങ്ങോട്ട് വിട്ടു. അതുകൊണ്ട് എന്താ, അനുമോള് ബസറൊന്നും അടിക്കാൻ നിൽക്കുന്നതിന് മുമ്പേ അവിടെ പണി തുടങ്ങി. ഇവിടെ ഗേറ്റ് തുറന്ന് അവർ വരുന്നുണ്ടോ ഇല്ലയോ എന്നാൽ കാണണമെന്നുണ്ട്. അതിൻ്റെ കൂടെ അത് എത്ര വേഗമാണ് പുള്ളിക്കാരത്തി അത് ചെയ്തത്. രണ്ടാമത്തെ ടാസ്കിൽ അവൾ അത് പൊട്ടമാവി കല്ലെറിയുന്ന കണക്ക് ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് പോലെ അത് ബാള് വന്ന് അങ്ങ് വീഴുകയാണ്. അങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നതിന് തട്ടിയിട്ട് കൊടുക്കുമ്പോൾ ബാള് വന്ന് ആ താഴത്തെ വേസ്റ്റ് ബക്കറ്റ് വീഴണം. അത് കുറേ പണിയെടുക്കേണ്ടി വന്നേനെ. പക്ഷെ ഇത്ര ഈസി ആയിട്ട് ആ ദൈവത്തിൻ്റെ കയ്യൊപ്പാണ്. അവൾക്ക് അത് ടോളറേറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. അവൾക്ക് അമ്മയുടെ അടുത്തേക്ക് എത്തണം എന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ അത് നടക്കുന്നു, അമ്മയുടെ അടുത്തേക്ക് വരുന്നു. ആൻഡ് അവർ കരയുന്നതിൽ നിന്ന് തന്നെ മനസ്സിലാക്കി കുടുംബപരമായിട്ട് അങ്ങനെയാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ആൾക്കാരാണ്, വളരെ ശുദ്ധരാണെന്ന് തോന്നുന്നു. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഏതായാലും അനുമോളുടെ ഡേ ആണെന്നാണ് എനിക്കിന്ന് മനസ്സിലായത്. എല്ലാം കൊണ്ടും ഭയങ്കര സൂപ്പറായിരുന്നു. ആ മ്യൂസിക് വാസ് സോ ഓസം. പിന്നെ അനുമോളുടെ അമ്മയുടെ അടുത്ത് വന്ന് ആര്യൻ്റെ ആ കുസൃതിയോട് കൂടിയുള്ളൊരു നിൽപ്പും ആ പറച്ചിലും ഒക്കെ കൊള്ളാം, അത് ഇഷ്ടപ്പെട്ടു. പക്ഷെ ആ മക്കളെ എന്ന് വിളിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അവൻ ഇനി മക്കളെ എന്ന് വിളിക്കൂ എന്ന് പറയുന്നതോ, സത്യം പറഞ്ഞാൽ ആ അമ്മ എല്ലാം മറന്ന് അവനോട് സംസാരിക്കുകയാണ്. അവർക്ക് പഴയതൊക്കെ ഓർമ്മയുണ്ടായിട്ട് കൊടുക്കേണ്ടതാണ്. പുറത്ത് അവർ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തത് അനീഷിൻ്റെ അടുത്താണ്. അതിനൊരു റീസൺ ഉണ്ട്. പുറത്ത് ഇങ്ങനെ ഒരെണ്ണം കേൾക്കുന്നുണ്ട്. എൻ്റെ സത്യാവസ്ഥ എന്തെന്ന് എനിക്കറിയത്തില്ല. അനീഷിൻ്റെ ഫാനാണ് അനുമോളെ ഡിഗ്രേഡ് ചെയ്യാൻ മികച്ചു നിൽക്കുന്നതെന്ന് പറയുന്നു. ചിലപ്പോൾ ഉണ്ടാവും. കാരണം അനുമോള്, അനീഷ്, ഷാനവാസ്, അക്ബർ ഇവർ 4 പേരാണ് കോമ്പറ്റീറ്റർ. ഈ കപ്പിനുള്ള കോമ്പറ്റീറ്റർ ഇവർ 4 പേരാണ്. അതിൽ ഷാനവാസിന് നല്ല ഫാൻ ഫെയിം ഉണ്ട്, നല്ല രീതിയിൽ വോട്ട് കിട്ടും, അനുമോളിനും കിട്ടും. അനീഷും അക്ബറുമാണ് പ്രശ്നം. അക്ബറിനെ ബിഗ് ബോസ് ഫേവർ ചെയ്യുന്നുണ്ട്, അനീഷിന് അങ്ങനെ ആരും ഫേവർ ചെയ്യുന്നില്ല. അപ്പം അനീഷിനെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ അനീഷിന് ഈ മറ്റ് രണ്ടുപേരും അടിച്ചിടാൻ പറ്റുള്ളൂ. അതുകൊണ്ടായിരിക്കാം അനീഷിൻ്റെ ഫാന് ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്യുന്നത്. അതൊക്കെ മോശമാണ്, അത്രയേ ഉള്ളൂ. അത് അവർക്ക് അറിയാവുന്നതുകൊണ്ടായിരിക്കും, എന്തോന്നും അറിയത്തില്ല. അനീഷിൻ്റെ അടുത്തൊരു ഡിസ്റ്റൻസ് അവർ മെയിൻറ്റെയിൻ ചെയ്തതായിട്ട് എനിക്കൊരു തോന്നല കേട്ടോ. എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. ലാസ്റ്റ് മിനിറ്റിൽ ഇറങ്ങാൻ നേരം അവരൊരു കാര്യം പറയുന്നുണ്ട്, കപ്പുമായിട്ട് വരണമെന്ന്. അതൊരു സൂചന തന്നെയാണ് അനുമോൾക്ക് കൊടുത്തിട്ടുള്ളത്. സോ കാര്യങ്ങൾ അനുമോൾക്ക് ഫേവറായിട്ട് തന്നെ നടക്കും. ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യമൊന്നും എനിക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കണ്ടുകൊണ്ടിരിക്കാൻ തോന്നിയിരുന്നു. അനുമോളുടെ അതായിരുന്നു ഏറ്റവും സൂപ്പർ ഇതെന്ന് ഞാൻ പറയും. കാരണം ഓരോരുത്തരും വന്നത് ആ ഹോസ്പിറ്റാലിറ്റി ഉണ്ടല്ലോ ആ കുട്ടിയുടെ, അത് ഭയങ്കരമായിട്ട് എടുത്തു പറയേണ്ട കാര്യമാണ്. എല്ലാവരുടെ അടുത്തും നല്ല രീതിയിൽ സംസാരിച്ച് ഒരു പോകാൻ നേരത്തുള്ള അവളുടെ ഒരു വെപ്രാളം പറഞ്ഞങ്ങോട്ട് തീർന്നിട്ടില്ല എന്നുള്ളത്. ബാക്കിയുള്ളവർക്കൊക്കെ കിട്ടിയ ഒരു വാണിംഗ് അവർക്ക് കിട്ടിയതായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം അവർക്ക് കാര്യങ്ങൾ അറിയാം, അവരത് കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്തു. സഹോദരി നന്നായിട്ട് തന്നെ ബിഹേവ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നല്ല രീതിയിൽ വന്നിട്ട് പോയി. ഇത് അനീഷിൻ്റെയും പിന്നെ ഷാനവാസിൻ്റെയും ഫാമിലി വന്നപ്പോൾ നമുക്കുണ്ടായ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, സെയിം ഫീലിംഗ് തന്നെയാണ് എനിക്ക് അനുമോളിൻ്റെത് വന്നപ്പോൾ. ബാക്കി ഒരു ഫാമിലിയോട് ഇത്രയും അറ്റാച്ച്മെൻറ്റ് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആയിട്ട് കാത്തിരുന്ന ഒരു കാഴ്ചയാണ്. അനുമോളിൻ്റെ പേരൻസ് വരുമ്പോൾ എങ്ങനെയുണ്ടാകുന്നു, വളരെ സാധാരണക്കാരാണ് അവരെന്ന് തോന്നുന്നു. അപ്പോൾ അത് സത്യം നല്ല ഒരു നയന മനോഹരം, അത്രേ പറയാനുള്ളൂ. ഇന്നത്തെ ഡ്രസ്സും ഇന്നത്തെ ആ കോസ്റ്റ്യൂമൊക്കെ അനുമോളെ സൂപ്പറാക്കിയിട്ടുണ്ട്. ആൻഡ് അവൾ നല്ല കംഫർട്ട് സോണിലേക്ക് പോയി എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ഇതുകൊണ്ട് മനസ്സിലാകുന്നത്. ഇനിയുള്ളതൊക്കെ ടാസ്കൊക്കെ കുറേ സൂപ്പർ കോംപ്ലിക്കേഷനൊക്കെ ആയിരിക്കും, വെരി സീരിയസ് ടാസ്കുകളായിരിക്കും. തല്ലും മഴക്കൊന്നും ഇല്ലാതെ ഇതൊക്കെ ഫേസ് ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ നല്ലതെന്ന് എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. എന്ത് നടക്കുമെന്ന് നമുക്ക് പറയാനൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടമല്ലല്ലോ. പക്ഷെ അനുമോൾക്ക് എഗൻസ്റ്റ് ആയിട്ട് നടന്ന പല കാര്യങ്ങളും വിഴുങ്ങി അതിനെ ഒരു കോംപ്രമൈസ് ടോണിൽ പറഞ്ഞ് ആ അമ്മയ്ക്ക് ഒരു കുതിരപ്പവൻ കൊടുക്കണം. കാരണം അല്ലെങ്കിൽ അവരെ മകളെ പറ്റി ഇത്രയും മോശം പറഞ്ഞ ആര്യനോട് അവർ സംസാരിക്കാൻ പോകത്തില്ലായിരുന്നു. ബാക്കി കുട്ടികളുടെ അടുത്തൊക്കെ നന്നായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്ന് ശ്രദ്ധിക്കണം, അനുമോൾ ഏറ്റവും കൂടുതൽ ഇൻറ്റിമേറ്റ് ആയിട്ട് നിൽക്കുന്നത് ആദില നൂറയുടെ അടുത്താണ്.
പക്ഷെ അവരടുത്ത് അധികം ഒരു ഓവറായിട്ടൊന്നും കാണിക്കാനൊന്നും അവർ പോയിട്ടില്ല. അപ്പോൾ ഒരു ഡിസ്റ്റൻസ് അവർ മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളത് എനിക്ക് തോന്നിയതാണ്. നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്ന് അറിയത്തില്ല, നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞാൽ മതിയാകും. ആകെ മൊത്തം ഇന്ന് അനിമോൾ ഡേ ആണ്. അതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാൻ, ഒരു കമൻറ്റും പറയാനില്ല. മൊത്തത്തിൽ അവൾക്കൊരു വെപ്രാളം, ആരുടെയൊക്കെ പേരൻസ് വരുന്നു, ഫുഡ് വരുന്നു, ആകെ മൊത്തത്തിൽ ഒരു വെപ്രാളമായതുകൊണ്ട് കൂടുതലൊന്നും അനിമോളുടെ ഇത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഈ ഒരു കാര്യം മാത്രം വളരെ ക്യൂരിയസ് ആയിട്ട് കണ്ടതാണ്, വളരെ സന്തോഷം തോന്നിയെന്നാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.